നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽ പങ്കുവച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. സുധിയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ച് നൽകുന്നത്. 1050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഡൈനിങ്, 3 ബെഡ്റൂം, കിച്ചൺ, വാഷ് ഏരിയ, 2 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, പുറമെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരുന്നു. എല്ലാ പണികളും പൂർത്തിയാക്കിയ വീടാണ് സന്നദ്ധ സംഘടന കുടുംബത്തിന് നൽകിയത്. സുധിയുടെ മക്കളായ രാഹുലിന്റെയും ഋതുലിന്റെയും പേരിലാണ് വീട്. പഠനവുമായി ബന്ധപ്പെട്ട് സുധിയുടെ കുടുംബ വീടുള്ള കൊല്ലത്താണ് മൂത്ത മകൻ രാഹുൽ താമസിക്കുന്നത്. ഈ വീട്ടിലേക്കാണ് തന്റെ അനുജനായ ഋതുലിനെ കാണാനായി കിച്ചു എത്തുന്നത്. സുധിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലുള്ള ദൃശ്യങ്ങൾ കിച്ചു പങ്കുവച്ച വീഡിയോയിലൂടെ പുറത്തു വന്നതോടെയാണ് വിമർശനങ്ങൾക്ക് അടുത്ത് തുടങ്ങുന്നത്. നാഴികയ്ക്ക് 40 വട്ടം എന്റെ സുധിച്ചേട്ടൻ എന്ന് ആവർത്തിച്ച് പറയുന്ന രേണുവിന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അവശേഷിക്കുന്ന വസ്തുക്കൾ സംരക്ഷിക്കണമെന്ന തോന്നലില്ലല്ലോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്ന വിമർശനം. രാഹുലുമായി വിശേഷങ്ങൾ പങ്കിടുന്നതിനിടയിൽ അച്ഛന്റെയും അമ്മയുടെയും ട്രോഫികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഋതപ്പൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സുധിക്ക് ലഭിച്ച മൊമെന്റോകളും ട്രോഫികളും കട്ടിലിനടിയിൽ തുറന്നു കിടക്കുന്ന ഒരു കവറിനുള്ളിൽ കുത്തി നിറച്ച നിലയിലായിരുന്നു. രേണുവിന് ലഭിച്ച ട്രോഫികൾ സ്വീകരണ മുറിയിൽ ടേബിളിൽ നിരത്തി വെച്ചിട്ടുമുണ്ട്. അതാണ് വിമർശനത്തിന് പ്രധാന കാരണമായത്. വീട് വിവാദമായപ്പോൾ രേണു പ്രതികരിച്ച് എത്തിയിരുന്നു. 5 വയസ്സുകാരൻ മകൻ ഋതുൽ എടുത്തു കളിക്കാതിരിക്കാൻ വേണ്ടി താൻ കട്ടിലിനടിയിൽ സൂക്ഷിച്ചതാണ് എന്നായിരുന്നു രേണുവിന്റെ പ്രതികരണം. കിച്ചു പങ്കിട്ട വീഡിയോ ഇതിനോടകം 9 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു. രേണുവിനെയും കുടുംബത്തെയും ആളുകൾ വിമർശിച്ചിട്ടും കിച്ചു രേണുവിനെ ന്യായീകരിച്ച് എത്തിയതുമില്ല. അതിനാൽ തന്നെ മനഃപൂർവ്വം തന്റെ അവസ്ഥ ആളുകൾ അറിയാനായി വീഡിയോ പങ്കിട്ടതാണെന്ന് പറയുകയാണ് യൂട്യൂബറായ ഗോപ്രോ മച്ചാൻ എന്നറിയപ്പെടുന്ന ശ്രീജിത്ത്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയധികം പുകിൽ ഉണ്ടായിട്ടും പ്രതികരിക്കാതെ ഇരിക്കില്ലല്ലോ എന്നും ശ്രീജിത്ത് പുതിയ വീഡിയോയിലൂടെ ചോദിക്കുന്നു. ആ വീടിന്റെ മുഴുവൻ കൺട്രോളും രേണുവിന്റെ അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും കയ്യിലാണ്. അത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് കിച്ചു അവിടെ പോയതെന്നാണ് എന്നെ കോൺടാക്ട് ചെയ്ത വ്യക്തി പറഞ്ഞത്. അവരും കോട്ടയത്തുള്ളവരാണ്. ഇനി സത്യമല്ലെങ്കിൽ കിച്ചു ഒരു മറുപടി തരണം. വീടിന്റെ സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ആവർത്തിച്ച് കണ്ടാൽ മനസ്സിലാകും. വീടിന്റെ അവകാശി ആ വീട്ടിലേക്ക് വന്നിട്ടും ബന്ധുവാണ് കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് തൊഴണമെന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയല്ല കിച്ചുവിനോട് ആ വീട്ടിലുള്ളവർ പെരുമാറേണ്ടത്. വീഡിയോ ആവർത്തിച്ച് കാണുമ്പോൾ ഇതെല്ലാം ജനങ്ങളെ കാണിക്കണമെന്ന തോന്നൽ കിച്ചുവിന് മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നുവെന്ന് എനിക്കും തോന്നുന്നു. മുറികളിലെല്ലാം കച്ചറകളാണ്. സുധിയുടെ 2ാമത്തെ കുട്ടിയെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ട്രോഫി വിഷയത്തിൽ രേണു നൽകിയതും വിശ്വസിക്കാൻ പറ്റുന്ന ന്യായീകരണമല്ല. ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ച് മറ്റുള്ളവരെ രേണു പൊട്ടന്മാരാക്കരുത്. കിച്ചു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയധികം പുകിൽ ഉണ്ടായിട്ടും പ്രതികരിക്കാതെ ഇരിക്കില്ലല്ലോ. കാരണം പ്രതികരിക്കാൻ അവനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അവന്റെ ദയനീയാവസ്ഥ അവൻ കാണിച്ചതാകും. സുധിയുടെ മക്കളുടെ ദയ കൊണ്ടാണ് രേണുവും കുടുംബവും ആ വീട്ടിൽ കഴിയുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് കിച്ചു. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്റെ അച്ഛന്റെ പേരിൽ കിട്ടിയ വീടാണെന്ന ഫീൽ അവനുണ്ടാകുമല്ലോ എന്നും ശ്രീജിത്ത് പറയുന്നു. സുധിയുടെ മരണശേഷം സുധിയുടെ അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കും ഒപ്പം കൊല്ലത്താണ് കിച്ചുവിന്റെ താമസം. വിരളമായി മാത്രമേ കോട്ടയത്തെ സുധിലയത്തിലേക്ക് കിച്ചു വരാറുള്ളൂ. അതേസമയം സൂക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചതല്ലെന്നും മകൻ എടുത്ത് കളിക്കാതിരിക്കാൻ മാറ്റിവെച്ചതുമാണെന്നുമാണ് രേണു പറയുന്നത്. വീട്ടിൽ ഇപ്പോൾ ട്രോഫി വെക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലെന്നും ഷോക്കേസ് പോലുള്ളവ നിർമ്മിച്ച് അവിടെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും രേണു പറയുന്നു. ഋതപ്പൻ കുഞ്ഞാണ്. അങ്ങനെ ഒരു പ്രായമാണ് അവൻ്റേത്. അവൻ ചേട്ടന്റെ ട്രോഫി എടുത്ത് കളിക്കരുതല്ലോ. പാത്തിരുന്ന് കളിക്കും. അവൻ തടിയിൽ തീർത്തതല്ലേ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒടിച്ചു കളഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവാർഡുകൾ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം. വീട്ടിൽ ഇപ്പോൾ ട്രോഫി വെക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. സുധിച്ചേട്ടൻ്റെത് കട്ടിലിനടിയിലും എന്റേത് മേശപ്പുറത്തും വെക്കാമെന്ന് ചിന്തിച്ച് ചെയ്തതല്ല. എനിക്ക് അടുത്തിടെയല്ലേ 5-8 അവാർഡുകൾ കിട്ടിയത്. അതും വരുന്ന വഴിക്ക് മേശപ്പുറത്തേക്ക് വെക്കുന്നുവെന്ന് മാത്രം. അല്ലാതെ എന്റേത് ഇവിടെ ഇരിക്കട്ടെ എന്ന രീതിയിൽ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. അവൻ്റേത് അങ്ങനെ ഒരു പ്രായമാണ്. മാത്രമല്ല ചേച്ചിയുടെ മക്കൾ കൂടി വരുമ്പോൾ ഇവർ ഞാൻ അറിയാതെ ഫോൺ അടക്കം എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ സുധിച്ചേട്ടന്റെ ഫോട്ടോയിൽ കുഞ്ഞുങ്ങൾ പൊട്ടൊക്കെ വെച്ച് കണ്ണെഴുതിയിരിക്കുന്നു. അച്ഛനെ ഒരുക്കിയതാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ചെയ്യരുതെന്ന് പിന്നീട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ചെറിയ പ്രായമല്ലേ, 5 വയസ്സ് മാത്രമേ ഉള്ളൂ അവന് എന്നായിരുന്നു രേണുവിന്റെ വിശദീകരണം. എന്നാൽ സുധിയുടെ ആരാധകർ രേണുവിന്റെ മറുപടിയിൽ തൃപ്തരായിട്ടില്ല. യാഥാർത്ഥ്യം പ്രേക്ഷകർ മനസ്സിലാക്കിയപ്പോൾ രേണു തടി തപ്പാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രതികരണ വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ. സുധിയുടെ 3ാം ഭാര്യയാണ് രേണു. നടന്റെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് രാഹുൽ. ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോൾ സുധി 2ാമത് വീണ്ടും ഒരു വിവാഹം കഴിച്ചിരുന്നുവെന്നും അത് ഡിവോഴ്സ് ആയ ശേഷമാണ് രേണു ജീവിതത്തിലേക്ക് വന്നതെന്നും അടുത്തിടെ പ്രചരിച്ചിരുന്നു. എന്നാൽ സുധി നിയമപരമായി വിവാഹം ചെയ്ത വ്യക്തി താൻ മാത്രമാണെന്നായിരുന്നു രേണുവിന്റെ പ്രതികരണം. സുധിയുടെ 2ാം ഭാര്യ എന്ന് ആകർഷപ്പെട്ട വീണ എന്നയാളും രംഗത്തെത്തിയിരുന്നു. തന്റെയും കൊല്ലം സുധിയുടെയും വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു. രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി. സുധിച്ചേട്ടൻ മദ്യത്തിനടിമയായിരുന്നു. താനുമായി സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു. വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത്. തന്റെ വീട്ടിൽ നിന്നും കൊല്ലം സുധിയെ ഇറക്കി വിടുകയായിരുന്നെന്നും ഇവർ പറയുന്നു.
നിയമപരമായി സുധിയെ വിവാഹം ചെയ്തിരുന്നെന്ന് വീണ പറയുന്നുണ്ട്. രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ വാദിക്കുന്നു. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വീണ പറയുന്നു. കൊല്ലം സുധിയുടെ കുടുംബത്തെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും അവരെ കൊണ്ട് തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലെന്നും വീണ വ്യക്തമാക്കി. രേണു തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ താൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. രേണു മോശമായി സംസാരിച്ചു, എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പലരും ചോദിച്ചു. നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത്. പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം ഇതൊതുങ്ങും. എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്ന് പറയുന്നതെന്നും വീണ പറയുന്നു. രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്നു. രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. രേണുവിൻ്റെ കുറേ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. രേണുവിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വീണ പറയുന്നു. സുധിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് രേണു പറയുന്നു. രേണു സീറോയാണ്. സുധി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത്. ഇന്നും അങ്ങനെയാണ്. നേരിട്ട് അവളെ കണ്ടാൽ അടിച്ച് അവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിന്റെ പേരിൽ എത്ര കോടതി കയറിയിറങ്ങിയാലും പ്രശ്നമില്ലെന്നും വീണ പറഞ്ഞിരുന്നു. എന്നാൽ വീണയുടെ പരാമർശത്തിലും കിച്ചു പ്രതികരിച്ചിരുന്നില്ല. എൻ്റെ ജീവിതത്തിലും പഴയ കാര്യങ്ങളുണ്ട്, സുധിച്ചേട്ടൻ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടു പേർക്കും അറിയാം. ഇത്രയും നാൾ വരെ ആർക്കും ഒരു വിഷയവും ഇല്ലായിരുന്നു. ഇപ്പോഴായിരുന്നു ഓരോന്നൊക്കെ കുത്തിപ്പൊക്കുന്നത്. എന്നോട് ഇതൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സുധിച്ചേട്ടനോടും കുടുംബത്തോടും മാത്രമല്ല, മൂത്ത മകൻ അറിയാവുന്ന കാര്യത്തിൽ അവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതെന്നാണ് രേണുവിന്റെ പ്രതികരണം.